ഹായ് എവരി വൺ, ഫണ്ടക്കേണിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നിക്കൽ കണ്ടൻറ്റുകളും അതുവഴിയുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക് ഏൺ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി. തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻ്റെ പേര് മുകളിൽ കാണാം, താഴത്ത് അഡ്രസ്സ് കാണാം. അതാണ് നമ്മുടെ റിസീവ് അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഐഡൻറ്റിറ്റി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ താഴത്ത് കാണുന്ന അഡ്രസ്സാണ്. ഇന്ന് പലർക്കും അത് അറിഞ്ഞുകൂടാ, എന്താണ് റിസീവ് അഡ്രസ്സ് എന്നും എന്താണ് വാലറ്റ് അഡ്രസ്സ് എന്നും. BT സ്മാർട്ടിൽ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് AIയുടെ ഒരു മോണിറ്ററേഷൻ ഉണ്ടാകും. അതായത് ഒരു വാലറ്റിൽ നിന്നും ഒരു റിസീവ് അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു വാലറ്റിലേക്ക് മാത്രമേ ഇനി വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവിടെ ആ വാലറ്റുകൾ തമ്മിൽ, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റുകൾ തമ്മിൽ AI മോണിറ്റർ ചെയ്യുകയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാലറ്റുകളിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ BT സ്മാർട്ട് ഡിസേബിൾ ആയിപ്പോവും. നമുക്കത് വാണിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിൽ പല ആൾക്കാരുടെയും ഐഡികൾ ഡിസേബിൾ ആയിപ്പോയി. അതൊരു വാണിംഗ് ആണ്, ഫസ്റ്റ് വാണിംഗ്. ഇനി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നേക്കുമായി പെർമനൻ്റലായിട്ട് തന്നെ നമ്മുടെ BT സ്മാർട്ട് എന്തായി പോകും, ഡിസേബിൾ ആയി പോകും. നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്യാമെന്ന് വെച്ചത്. പലർക്കും ഐഡികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതും എന്താണ് ഐഡികളെന്നും എന്താണ് റിസീവ് അഡ്രസ്സുകളെന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ എൻ്റെ പേര്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും പേര് ഇവിടെ കാണിക്കാം. അതായത് നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡിറ്റ് അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് കൊടുത്താൽ നമുക്ക് നമ്മുടെ പേര് കാണാം. തൊട്ട് താഴത്ത് കാണുന്നതാണ് നമ്മുടെ അഡ്രസ്സ്. ഓക്കെ, മനസ്സിലായോ? ഈ തൊട്ട് താഴത്ത് കാണുന്നത് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും ഏറ്റവും അവസാനത്തെ അക്ഷരവും കാണാം. ശ്രദ്ധിച്ച് നോക്കണം, ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരങ്ങളും കാണാം. ഇനി ഒന്നിൽ കൂടുതൽ BT സ്മാർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഒന്നിൽ കൂടുതൽ നമുക്ക് മെറ്റാമാസ്ക് ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ വാലറ്റായിട്ട് സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ എൻ്റേത് 3 ആൾക്കാരുടെ ഇതുണ്ട്. അപ്പം മുകളിലത്തെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഫസീല എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉടനെ റിസീവ് അഡ്രസ്സ് മാറി. കണ്ടോ, റിസീവ് അഡ്രസ്സ് ഇവിടെ മാറി. ഇങ്ങനെ മാറുന്ന അഡ്രസ്സ് തന്നെയാണോ നമ്മുടെ BT സ്മാർട്ടിൽ ഉള്ളത് എന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും റീചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റേത് തൻസീർ എന്നിട്ടു. നമ്മളിനി മെറ്റാമാസ്കിലൂടെ നമ്മൾ BT സ്മാർട്ടിൽ കയറാൻ പോവുകയാണ്. അതെങ്ങനെയാണ് കയറുക? മെറ്റാമാസ്കിലെ ഏറ്റവും താഴത്ത് കാണുന്ന പ്രോപ്പർട്ടി ബാർ, ഒരു പേഴ്സിൻ്റെ പടം കാണാം, ഒരു ടൈം പീസിൻ്റെ പടം കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോ കാണാം, ഇവിടെ ഒരു വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ ഒരു സിമ്പിൾ പോലെ കാണാം, അതായത് കോമ്പസിൻ്റെ. ആ കോമ്പസിൻ്റെ അതാണ് നമ്മുടെ എക്സ്പ്ലോറർ. നമുക്ക് എക്സ്പ്ലോറർ അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സെർച്ച് കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ BT ഹൈഫൺ, ഈ ഹൈഫൺ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അണ്ടർസ്കോറാണ് ഇടുന്നത്. അതായത് താഴത്തുള്ള അണ്ടർസ്കോറാണ് ഇടുന്നത്. ഞാൻ ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഇടുന്നത്, കണ്ടോ? ഇതല്ല ഇടേണ്ടത്, ഹൈഫനാണ്. നടുക്ക് ഉള്ള ഒരു ചെറിയ വര കണ്ടോ, ഇതാണ് ഹൈഫൻ. സ്മാർട്ട് .io അടിക്കുമ്പോൾ സ്മാർട്ട് കഴിഞ്ഞ് ഡോട്ട് കഴിഞ്ഞ് സ്പേസ് വരാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ എനിക്ക് എറർ വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ ആ എററുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ എറർ ചെയ്യുന്നു എന്ന് വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വരാം, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം BT-smart.io അടിച്ച് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ BT സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് റീലോഡാകും. ഇവിടെ നമുക്ക് മുകളിൽ കാണുന്ന 3 ബട്ടൺ ഞെക്കിയത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന വാലറ്റ് ഏതാ? തൻസീറിൻ്റെയാണ്, അതായത് എൻ്റെതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തൻസീറിൻ്റെ തന്നെ തുറക്കാം. THANS. ഓക്കെ, ക്യാപ്ച അടിക്കുന്ന സമയത്ത്, ഈ ക്യാപ്ച അടിക്കുന്ന സമയത്ത് 4+8 എന്നല്ല അടിക്കേണ്ടത്,
4 + 8 തമ്മിൽ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ അടിക്കാൻ. അതായത് 12 എന്നടിച്ചു. നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ലോഗിൻ ആകുന്നുണ്ട്. ലോഗിൻ ആകുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ ഇപ്പോൾ എല്ലാവർക്കും കാണിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പേടിക്കുന്നുണ്ട്. അത് പേടിക്കാനുള്ളതല്ല ഈ പോപ്പപ്പ് വിൻഡോ. കാരണം നമ്മുടെ കോയിൻ്റെ വില കൂട്ടുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കാരണം നമുക്കിനി പുതിയതായിട്ട് ഒരാളെ ID അടിക്കുന്ന സമയം അവരുടെ 50% ട്രൈഡ് ടോക്കൺ ആയിരിക്കണം. അതായത് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്ന ടോക്കൺ വേണമെന്നാണ് ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 1,00,000 കോയിൻ എടുത്ത് ഒരാൾ വരികയാണ് നമ്മുടെ BT സ്മാർട്ട് ഇൻഡസ്ട്രിയിലേക്ക്. 1,00,000 കോയിൻ എടുത്തിട്ട് അവർക്ക് ID അടിക്കണമെങ്കിൽ 50,000 കോയിൻ നമുക്ക് വേണേൽ കൊടുക്കാം. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അയാൾക്ക് വേണേൽ കളക്ട് ചെയ്യാം. പക്ഷേ 50,000 കോയിൻ എന്ത് ചെയ്യണം? എക്സ്ചേഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്തേ മതിയാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 50% ട്രൈഡ് ടോക്കൺ വേണമെന്ന്. ഓക്കെ, അത് നമ്മൾ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്താണ്. അല്ലാതുള്ള എല്ലാ ഓപ്പറേഷനും നോർമലാണ്, കുഴപ്പമില്ല. നമുക്ക് സ്റ്റേക്ക് ചെയ്യാം, റീസ്റ്റേക്ക് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇതിനൊന്നും നമുക്ക് വാലറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെക്കിംഗ് ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഡ്രോ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കയറി നിൽക്കുന്ന ആ വാലറ്റിൻ്റെ റിസീവ് അഡ്രസ്സ് തന്നെയാണോ ഈ BT സ്മാർട്ടിൽ കാണിക്കുന്നേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴത്ത് കാണിക്കും വിഡ്രോ കൊടുക്കുക. വിഡ്രോ കൊടുക്കുമ്പോൾ മെറ്റാമാസ്കിൻ്റെ സിമ്പിളോട് കൂടി, അതായത് ആ ഫോക്സിൻ്റെ സിമ്പിളോട് കൂടി താഴത്ത് കാണിക്കുന്നതാണ് റിസീവ് അഡ്രസ്. ഈ റിസീവ് അഡ്രസ് ആയിരിക്കണം ഏത് നമ്മൾ നിൽക്കുന്ന മെറ്റാമാസ്ക്. നമുക്ക് മെറ്റാമാസ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ID ഉണ്ടാവാം. പക്ഷേ നമ്മൾ നിൽക്കുന്ന അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന അഡ്രസ്സ് ഇത് തന്നെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഈ താഴത്ത് കാണുന്ന പേഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? തെറ്റാണ് കാണുന്നത്, കണ്ടോ? അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കയറിയ ഏതെങ്കിലും ഒരു വാലറ്റിൻ്റെ ഇതായിരിക്കും അവിടെ കാണിക്കുക. ഇപ്പോൾ അവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് 0xe285 എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ കാണിക്കുന്നത്, കണ്ടോ? 0xe285C9. ഇനിയിപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്താൽ എന്ത് പറ്റും? AI നമ്മളെ പിടിക്കും. കാരണം ആ വാലറ്റിൻ്റെ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റിൽ നമ്മൾ ഈ ID അല്ല റിസീവ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നേ. അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ അതാ റഷീദ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ BT സ്മാർട്ടിൽ നിന്നും BT സ്മാർട്ടിൻ്റെ ID ആണ് ആ മെറ്റാമാസ്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റേത് എന്ത് വേണം? എൻ്റേത് ഇതാണ് 0xD ആണ്. അപ്പോൾ അതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് പലർക്കും അറിയാത്തത്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ വ്യത്യസ്തങ്ങളായ റിസീവ് അഡ്രസ്സ് കാണിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല, നേരിട്ട് തന്നെ വിഡ്രോ അങ്ങ് അടിച്ചേക്കും. വിഡ്രോ അടിക്കുന്ന സമയത്ത് നമ്മുടെ ID അതായത് ബ്ലോക്കായി പോകും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഇങ്ങനത്തെ മൾട്ടിപ്പിൾ വാലറ്റും യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ 3 ഉള്ളൂ. 10 വരെ നമുക്ക് മെറ്റാമാസ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നത് തന്നെ ആണോ അറ്റ് പ്രസൻറ്റ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. അത് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ, അതായത് മെറ്റാമാസ്കിലെ സെറ്റിങ്സ്, നമ്മൾ BT സ്മാർട്ടിലെ അല്ല, മെറ്റാമാസ്കിലെ സെറ്റിംഗ് ഏറ്റവും താഴത്ത് കാണുന്ന 5ാമത്തെ സെറ്റിങ്സിൻ്റെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ജനറൽ ഉണ്ടാവും, സെക്യൂരിറ്റി പ്രൈവസി ഉണ്ടാവും. അതിൽ സെക്യൂരിറ്റി പ്രൈവസി നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ പ്രൈവസി ഡേറ്റ അത് നമ്മൾ ടാപ്പ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അടുത്തത് ക്ലിയർ ബ്രൗസർ ഹിസ്റ്ററി, അത് ടാപ്പ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അടുത്തത് ക്ലിയർ ബ്രൗസർ കുക്കീസ്, അതും ടാപ്പ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത്രയും ആയതിനു ശേഷം നമ്മൾ വരിക, വീണ്ടും നമ്മൾ വരിക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക?
BT സ്മാർട്ടിൽ ഒന്ന് കയറി നോക്കുക. BT സ്മാർട്ട്, BT-സ്മാർട്ട്, BT-smart.io സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വരും. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്യണം. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ താഴത്ത് കാണുന്ന ആ ഹോം ബട്ടൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ, ഓപ്പൺ, ന്യൂ. ഇവിടെ നമ്മൾ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. ഇപ്പോൾ ആൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൽ ഫേവററ്റിൻ്റെ അകത്ത് ഇതിനെ നമുക്ക് ഫേവററ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതിൽ നമുക്ക് കയറാം. ഒന്നും കൂടെ ഒന്ന് കയറാം. 714 ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുന്ന സമയത്ത് കണക്റ്റ് ചോദിക്കും. വാലറ്റ് എടുത്തു, ക്ലോസ് ചെയ്തു, വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുന്ന സമയത്ത് താഴത്ത് കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ കണക്റ്റ് വാലറ്റ് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ചോദിക്കും, കണ്ടോ, ഇവിടെ ചോദിക്കും ഏത് വാലറ്റ് വേണം എന്ന് ചോദിക്കും. ഇങ്ങനെയാണ് ഓരോ വാലറ്റുകൾ ക്ലിയർ ചെയ്തിട്ട് മറ്റേ വാലറ്റിലൂടെ നമ്മൾ കയറുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഏത് വേണം ചൂസ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കിടന്നത് ഈ റഷീദിൻ്റെ ആണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് തൻസീർ ഇതിൻ്റെയാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റായി. കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇവിടെ വിഡ്രോ എടുത്തു കഴിഞ്ഞാൽ കാണിക്കുന്ന മെറ്റാമാസ്കിൻ്റെ റിസീവർ അഡ്രസ് നോക്കൂ. 0xD11 എന്ന് തുടങ്ങുന്നതും 5F5 എന്ന് അവസാനിക്കുന്നതുമാണ് എൻ്റെ റിസീവർ അഡ്രസ് എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. റീചെക്ക് ചെയ്യുക. ഇവിടെ പേഴ്സിൻ്റെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. 0xD115FX ലാസ്റ്റ് എൻഡ് ഇത് തന്നെയാണ്, കണ്ടോ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇപ്പോൾ കയറാനും അറിയാമല്ലോ. ഇപ്പം മെറ്റാമാസ്കിൽ നിന്നുകൊണ്ട് BT സ്മാർട്ടിലേക്ക് കയറാൻ അറിയാമല്ലോ. ഇവിടെ വരിക, അതായത് ഹോം പേജിൽ വരിക. നമ്മുടെ പേഴ്സിൻ്റെ ചിത്രം കഴിഞ്ഞിട്ട് 4ാമത്തെ ഇതിൽ എക്സ്പ്ലോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരിക, സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മൾ BT-smart.io എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ വരും. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് BT സ്മാർട്ട് മെറ്റാമാസ്കിൽ ഓപ്പൺ ചെയ്യുന്നതും ആ വാലറ്റുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. ഇത് മറ്റുള്ള ആൾക്കാരിലേക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കമൻറ്റ്സ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ BT കാഷിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, മെറ്റാമാസ്ക് നമുക്ക് എങ്ങനെ എടുക്കാം, BNB എങ്ങനെ ലോഡ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് വീഡിയോകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ അതിൽ പോയി ആ വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് നമുക്ക് BT കാഷിൽ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസോസിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.